നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരു ക്രിസ്മസ് ആഘോഷം, ഒത്തുചേരലിൻ്റെ പങ്കുവയ്ക്കലിൻ്റെ ഒരു നല്ല ദിവസം. രക്ഷകന്റെ ജനനസ്മരണയിൽ ആഗോള ക്രൈസ്തവ സമൂഹം. എന്നാൽ തിരുപ്പിറവി ദൃശ്യങ്ങളും പുൽക്കൂടുകളുമില്ലാത്ത ഒരു ക്രിസ്മസിനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് കഴിയുമോ? കരോളും ആശംസാ കാർഡുകളും ക്രിബുമൊക്കെ ഇക്കാലയളവിൽ സജീവമാകുന്നു. ഡിസംബറിലെ മഞ്ഞുകാലത്ത് ലാളിത്യത്തിന്റെ അടയാളമായി ക്രിസ്തുവിന്റെ ജനനം ഒരു ചെറു വിസ്തൃതിക്കുള്ളിൽ നാം ആവിഷ്കരിക്കുന്നതിനെ പുൽക്കൂട് എന്ന് വിളിക്കുന്നു. പുൽക്കൂടിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്, ചരിത്രമുണ്ട്. വീടുകളിലും സ്ഥാപനങ്ങളിലും നാൽക്കവലകളിലുമൊക്കെ വ്യത്യസ്തങ്ങളായ വസ്തുക്കൾ ഉപയോഗിച്ച് പുൽക്കൂടുകൾ ഒരുക്കുന്നു. അസാമാന്യമായ ഭാവനയും അനതിസാധാരണമായ ക്രിയാത്മകതയുമൊക്കെ നമുക്ക് പുൽക്കൂടുകളിൽ കാണാം. ക്രിസ്മസിനോടനുബന്ധിച്ചാണ് ഇത്തരം അലങ്കാര പുൽക്കൂടുകൾ ഏറെ നിർമ്മിക്കുന്നത്. മറിയം തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് അവനെ പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവന് ഇടം കിട്ടിയില്ല. ഇത് ബൈബിളിലെ വാക്കുകൾ. കാലിത്തൊഴുത്ത് എന്ന പ്രതീകം ബൈബിളിൽ നിറഞ്ഞു നിൽക്കുന്നു. എന്നാൽ ഇപ്പോൾ നാം കാണുന്ന ആലങ്കാരിക ഭാവത്തോടെയുള്ള പുൽക്കൂടുകളുടെ ഉത്ഭവം ഫ്രാൻസിസ് അസീസിയുടെ ഇറ്റലിയിലെ ഗ്രേച്ചോ പട്ടണവുമായി ചേർന്ന് നിൽക്കുന്നു. ഗ്രേച്ചോ പട്ടണത്തിലെ ഒരു ഗുഹയിൽ അദ്ദേഹം പ്രാർത്ഥനയിലും ധ്യാനത്തിലും വരുന്ന നാളുകൾ. 1223 നവംബർ 29 വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സന്യാസ സഭയ്ക്ക് ബോണിഫസ് മൂന്നാമൻ പാപ്പയിൽ നിന്നും അംഗീകാരം ലഭിച്ചത്. ഇതിന്റെ ആത്മനിർവൃതിയിൽ അദ്ദേഹം ഗ്രേച്ചോ എന്ന ചെറുപട്ടണത്തിലെ ഒരു ഗുഹയിലെത്തി. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പതിവ് പോലെ പ്രാർത്ഥനയ്ക്കിരുന്നു. ഗുഹാന്തരീക്ഷത്തിലെ പ്രാർത്ഥനയ്ക്കിടയിൽ താൻ മുൻപ് സന്ദർശിച്ചിട്ടുള്ള യേശുക്രിസ്തുവിന്റെ ജന്മസ്ഥലമായ വിശുദ്ധ നഗരം അദ്ദേഹത്തിന്റെ മനസ്സിലെത്തി. ബെത്ലഹേമിന്റെ ഓർമ്മകൾ മാത്രമല്ല, റോമാ നഗര സന്ദർശനത്തിനിടെ മേരി ബേജർ ബസിലിക്കയിലെ തിരുപ്പിറവിയുടെ മൊസൈക്ക് ചിത്രീകരണങ്ങളും അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഓടിയെത്തി. അന്ന് ബെത്ലഹേമിലെ പുൽത്തൊട്ടിയിൽ നിന്ന് കൊണ്ടുവന്ന മരപ്പലകകൾ ബസിലിക്കയിൽ സൂക്ഷിച്ചിരുന്നു എന്ന വാർത്തയും ഫ്രാൻസിസിന്റെ മനസ്സിൽ ബെത്ലഹേം ചിന്തകൾ നിറച്ചു. 1223 ക്രിസ്മസിന് 15 ദിവസം മുൻപ് പട്ടണത്തിലുള്ള ചിലരെ ഫ്രാൻസിസ് വിളിച്ചുകൂട്ടി. താൻ പ്രാർത്ഥിക്കാനിരിക്കുന്ന ഗുഹയ്ക്കുള്ളിൽ ഒരു ദൃശ്യാവിഷ്കാരം നടത്താൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈശോ പിറന്ന ബെത്ലഹേം കുന്നിൽ എത്രത്തോളം സൗകര്യക്കുറവുകളുണ്ടോ അവയൊക്കെ കൃത്യമായി അവിടെ ചിത്രീകരിക്കണം. ജീവനുള്ള കാളയും കഴുതയുമൊക്കെയുള്ള ഒരു കാലിത്തൊഴുത്ത് ജീവസുറ്റ രീതിയിൽ ഒരുക്കാൻ ഫ്രാൻസിസ് ആവശ്യപ്പെട്ടു. യേശുവിൻ്റെ അമ്മയായ മേരിയും അപ്പനായ യൗസേപ്പ് പിതാവും ഉണ്ണിയും ഒപ്പം ഇടയന്മാരുമൊക്കെ അവിടെ ഉണ്ടാകണം. മാലാഖമാരുടെ സാന്നിധ്യമുള്ള പുൽക്കൂട്. അങ്ങനെ ഗ്രേച്ചോ ഗുഹയിൽ ഒരു പുൽക്കൂട് പുനരാവിഷ്കരിക്കപ്പെട്ടു. യേശുവിനെ പിള്ളക്കച്ചയുടെ പ്രതീകമായി വൈക്കോലിൽ കിടത്തണമെന്നും വിശുദ്ധ ഫ്രാൻസിസ് ആവശ്യപ്പെട്ടു. അദ്ദേഹം തന്റെ സ്നേഹിതനായ ജോണിനെയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചത്. ഫ്രാൻസിസ് ആവശ്യപ്പെട്ടതുപോലെ എല്ലാ സംവിധാനങ്ങളും വിശ്വസ്തനൊരുക്കി. ക്രിസ്മസ് രാത്രിയിൽ ജോണിന്റെ സഹോദരങ്ങൾ ഗ്രേച്ചയുടെ വിവിധ ഭാഗങ്ങളിലെ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവർ ഒക്കെ ആ ഗുഹയ്ക്കുള്ളിലെത്തി. അവർ പൂക്കളും വിളക്കുകളുമായി ക്രിസ്മസ് രാവിനെ കൂടുതൽ ഭംഗിയുള്ളതാക്കി. ഫ്രാൻസിസ് സ്ഥലത്തെത്തിയപ്പോൾ ഗുഹയിൽ വൈക്കോലും കാളയും കഴുതയുമൊക്കെ നിരന്നു നിൽക്കുന്നു. പുൽക്കൂട്ടിൽ ഉണ്ണിയും അമ്മയും യൗസേപ്പും ഇടയന്മാരും മാലാഖമാരുമൊക്കെ. ഉണ്ണിയെ കിടത്തിയ പുൽത്തൊട്ടിക്ക് സമീപം വൈദികൻ കൂടിയായ ഫ്രാൻസിസ് അസീസി ദിവ്യബലി അർപ്പിച്ചു. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവും കുർബാനയിലെ ക്രിസ്തു സാന്നിധ്യമായ ദിവ്യകാരുണ്യവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചരിത്ര സംഭവം കൂടിയായി ഈ കുർബാന. ഇവിടെ നിന്നാണ് പുൽക്കൂടിൻ്റെ ദൃശ്യാവിഷ്കാരത്തിൻ്റെ യഥാർത്ഥ ആരംഭം. ജോണിൻ്റെ നിർദ്ദേശപ്രകാരം അവിടെ ഗ്രോച്ച ഗുഹയിൽ കൂടിയവർ എല്ലാവരും തിരുപ്പിറവയുടെ യഥാർത്ഥ ആഖ്യാനത്തിൽ നിന്ന് വലിയ വ്യത്യാസമില്ലാതെ നിന്നു. ഗ്രേച്ചോ ഗുഹയിൽ ആ രാവിൽ ആവിഷ്കരിക്കപ്പെട്ട ലളിതവും ഹൃദയസ്പർശിയുമായ പുൽക്കൂട്ടിലെ ദിവ്യബലിയെ തുടർന്ന് അവിടെ സന്നിഹിതരായിരുന്ന എല്ലാവർക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഒരു ദിവ്യാനുഭവം തന്നെയായി. അവിടെ അവർ ദൈവദർശനം അനുഭവിച്ചുവെന്നാണ് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തിയത്. എല്ലാവരും ആനന്ദപരവശരായി അവരവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങി എന്നതാണ് ചരിത്ര രേഖ. 1223 തുടക്കമിട്ട ഈ പുൽക്കൂട് പാരമ്പര്യം പിന്നീട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പറിച്ചു നടപ്പെട്ടു. മധ്യ ഇറ്റലിയുടെ ആൽപൈൻ കുന്നിൻ ചെരുവിൽ മഞ്ഞു പുതഞ്ഞു കിടന്ന ഗ്രേച്ചോ പട്ടണത്തിലെ ഒരു ഗുഹ. ആ ഗുഹയിൽ നിന്ന് പുൽക്കൂടിന്റെ ദൃശ്യാവിഷ്കാരം മറ്റു തലങ്ങളിലേക്ക് പ്രവഹിച്ചു. അങ്ങനെ ക്രിസ്മസ് രാവുകളിൽ പുൽക്കൂടിന്റെ ആദ്യോർമ്മകളായി വിശുദ്ധ ഫ്രാൻസിസിന്റെ ഗുഹയും പുൽക്കൂടുമൊക്കെ നിലനിൽക്കും. പുൽക്കൂടിനൊപ്പം പ്രാധാന്യമുണ്ട്, വിശേഷങ്ങളുണ്ട് സാന്താക്ലോസ് അപ്പൂപ്പന്.
ക്രിസ്മസ് രാവുകളിൽ സമ്മാനപ്പൊതികളുമായി ഗൃഹസന്ദർശനം നടത്തുന്ന സാന്താക്ലോസ് അപ്പൂപ്പൻ. ഈ അപ്പൂപ്പനും ഒട്ടനവധി ചരിത്ര വിശേഷങ്ങളുണ്ട് പറയാൻ. ജീവിച്ചിരുന്ന നിക്കോളാസിന്റെ ചരിത്രമാണ് സാന്താക്ലോസിന്റെ ചരിത്രമായി പിന്നീട് പരിണമിച്ചത്. 3-ാം നൂറ്റാണ്ടിൽ ഒരു സമ്പന്ന ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു സാന്താക്ലോസായി പിന്നീട് ലോകം വാഴ്ത്തിയ നിക്കോളാസ്. ചെറുപ്രായത്തിൽ മാരകരോഗമായ പ്ലേഗ് ബാധയെ തുടർന്ന് നിക്കോളാസിന് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു. വലിയ കുടുംബസ്വത്തുണ്ട് നിക്കോളാസിന്. പക്ഷേ ക്രിസ്തുവിനോടും പാവപ്പെട്ടവരോടുമുള്ള സ്നേഹവും സഹാനുഭൂതിയും നിമിത്തം തൻ്റെ സമ്പത്ത് അദ്ദേഹം സാധുക്കൾക്ക് വിതരണം ചെയ്തു. അഗതികളോടും ആരുമില്ലാത്ത കുട്ടികളോടുമൊക്കെ വാത്സല്യവും കരുണയും. വിവിധ മേഖലകളിലെ തൊഴിലാളികളോട് അദ്ദേഹത്തിന് സഹാനുഭൂതി. സമൂഹത്തിലെ വലിയൊരു വിഭാഗം അദ്ദേഹത്തിൻ്റെ കണ്ണിലുണ്ണിയായി. നിക്കോളാസ് അടിമ വ്യാപാരത്തിന്റെ ഇരുണ്ട കാലഘട്ടത്തിൽ അടിമകൾക്കായി വാദിച്ചു. അടിമയായി വിൽക്കപ്പെടാൻ പോകുന്ന കുട്ടികളെ വീണ്ടെടുത്ത് മാതാപിതാക്കൾക്ക് തിരികെ നൽകി. പിന്നീട് ദൈവവിളി സ്വീകരിച്ച വൈദികനും കാലാന്തരത്തിൽ മെത്രാനുമായി. തന്റെ ആത്മീയ ശുശ്രൂഷ മേഖലയിൽ കഠിനാധ്വാനം ചെയ്തു. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് നാടുകടത്തപ്പെട്ടു. പിന്നീട് അദ്ദേഹത്തെ ജയിലിലടച്ചു. പിന്നീട് ജയിൽ മോചിതനായ നിക്കോളാസ് AD 343 ഡിസംബർ 6 മിറായിൽ വെച്ച് മരിച്ചു. നിക്കോളാസ് മെത്രാൻ നിക്കോളാസായി പിന്നീട് വിശുദ്ധ പദവിയിലേക്ക് ഉയർന്നു. എന്നാൽ അദ്ദേഹം സാന്താക്ലോസിലേക്ക് പരിണമിച്ചത് പെട്ടെന്നാണ്. അദ്ദേഹത്തിൻ്റെ ദാനശീലങ്ങളെക്കുറിച്ച് ധാരാളം കഥകൾ പരന്നു. യൂറോപ്പിലാകെ അത്ഭുത പ്രവർത്തകരായ വിശുദ്ധന്മാരിൽ ഒരാളുടെ ഗണത്തിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെട്ടു. ജീവിതകാലത്ത് ഒട്ടനവധി യാത്രകൾ ചെയ്ത ഒരു മെത്രാനും പുരോഹിതനുമൊക്കെയായിരുന്നു നിക്കോളാസ്. കടൽ യാത്രകളുടെ സംരക്ഷകൻ എന്ന വിശേഷണം ജീവിതകാലയളവിൽ തന്നെ അദ്ദേഹത്തിൽ വീണുകിട്ടി. വിശുദ്ധ പദവിക്ക് ശേഷം യൂറോപ്പിലാകെ അദ്ദേഹത്തിൻ്റെ പേര് പ്രശസ്തമായി. അക്കാലത്ത് പുതുതായി കണ്ടുപിടിക്കപ്പെടുന്ന രാജ്യത്തെത്തിച്ചേരുമ്പോൾ ആദിമ യൂറോപ്പുകാർ തങ്ങളുടെ യാത്രാ മധ്യസ്ഥനായി നിക്കോളാസിന്റെ രൂപവും ഒപ്പം കൂട്ടും. 1492 ഡിസംബർ 6 വിശുദ്ധന്റെ തിരുനാൾ ദിനത്തിൽ ആദ്യമായി ഹെയ്ത്തി തുറമുഖത്തെത്തിയ കൊളംബസ് തുറമുഖത്തിന് വിശുദ്ധ നിക്കോളാസിന്റെ തുറമുഖം എന്ന പേരിട്ടു. പിന്നീട് നീണ്ട വെള്ളത്താടിയുള്ള ഒരാളെ ചുവന്ന വസ്ത്രമണിയിച്ച് മെത്രാനായി വേഷം കെട്ടിച്ച് കുതിരപ്പുറത്ത് കയറ്റി തെരുവീതികളിലൂടെ ഘോഷയാത്ര നടത്തുന്ന ആഘോഷം വടക്കൻ യൂറോപ്പുകാർ തുടക്കമിട്ടു. ഡച്ചുകാരും അത് തുടർന്നു പോന്നു. അടിമകളായി വിൽക്കപ്പെടാൻ പോകുന്ന കുട്ടികൾക്ക് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി നൽകി അവരെ വീണ്ടെടുക്കുന്ന ആ താടി വെച്ച അപ്പൂപ്പൻ. അയാളുടെ വസ്ത്രത്തിൽ എപ്പോഴും അണ്ടിപ്പരിപ്പും ആപ്പിളും ചോക്ലേറ്റുകളുമൊക്കെ നിറച്ചു വെച്ചിരുന്നു. കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകാനായി പുകക്കുഴലിലൂടെ ഊർന്നിറങ്ങി വരുന്ന നിക്കോളാസിനെ ആദ്യമായി ചിത്രീകരിക്കുന്നത് സെന്നിക് ഇൻ ഡച്ച് ന്യൂ ആംസ്റ്റർഡാം എന്ന പുസ്തകത്തിലാണ്. വേഗതയുള്ള കലബാൻ വലിക്കുന്ന ഹിമവണ്ടിയിൽ സമ്മാനങ്ങളുമായി വിശുദ്ധൻ വടക്കുഭാഗത്തു നിന്നും വരുന്നതായി ഈ പുസ്തകത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു. പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷം നിക്കോളാസിനെ പറ്റിയുള്ള കഥകളൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഏറ്റവും പ്രസിദ്ധമായ എ വിസിറ്റ് ഫ്രം സെന്റ് നിക്കോളാസ് എന്ന ഒരൊറ്റ ഗാനം പുറത്തിറങ്ങി. ഈ പാരമ്പര്യം പിന്തുടർന്ന് 1930കളിൽ നോർമൻ റോക്കോൽ എന്നയാൾ പ്രസിദ്ധീകരണത്തിന് വേണ്ടി ഈ മുഖചിത്രങ്ങൾ വരച്ചു. അങ്ങനെ പതിറ്റാണ്ടുകളുടെ കാലാന്തരണത്തിൽ ഇന്ന് കാണുന്ന സാന്താക്ലോസ് പിറവിയെടുത്തു. ക്രിസ്മസ് കാർഡുകളുടെ ആദ്യ പതിപ്പ് 1450കളിൽ പുറത്തുവന്നുവെന്നാണ് കരുതപ്പെടുന്നത്. കുരിശിന് മുന്നിൽ ഒരു ചെറിയ ചുരുളും പിടിച്ചു നിൽക്കുന്ന യേശുക്രിസ്തുവിന്റെ ഒരു പ്രതിമയുണ്ട്. ആ ചുരുളിൽ സംതൃപ്തവും സന്തുഷ്ടവുമായ നവവത്സരം എന്ന് കൊത്തിവെച്ചിട്ടുണ്ട്. ജർമ്മൻകാരനായ EM മാസ്റ്ററായിരുന്നു അതിൻ്റെ ശില്പി. ക്രിസ്മസ് ആശംസ കാർഡുകൾക്ക് 5.5 നൂറ്റാണ്ടിൻ്റെ ചരിത്രമേയുള്ളൂ. ആശംസ സന്ദേശങ്ങൾ അയക്കുന്ന പതിവിന് 2500 വർഷമെങ്കിലും പഴക്കമുണ്ട്. നമ്മുടെ തൊട്ടു മുൻപ് ക്രിസ്മസ് കാലത്ത് ക്രിസ്മസ് കാർഡുകൾ അയക്കുന്ന വലിയ ഒരു ശീലമുണ്ടായിരുന്നു. ഇപ്പോൾ ഡിജിറ്റൽ യുഗമാണ്. വാട്സാപ്പിലും മൊബൈൽ ഫോണുകളിലുമൊക്കെ നമ്മൾ ക്രിസ്മസ് ഗ്രീറ്റിംഗ്സുകൾ അയക്കുന്നു. ക്രിസ്മസ് കാലം ഓരോ പുൽക്കൂടുകളിലും ഉണ്ണി പിറക്കുന്നു എന്ന അനുഭവം നമുക്ക് ദിവ്യാനുഭവമായി മാറുന്നു. തൂക്കിയിട്ട വർണ്ണനക്ഷത്രങ്ങളും അലങ്കാര വിളക്കുകൾക്കുമിടയിൽ പുൽക്കൂട്ടിൽ ജീവസുറ്റതായി കാണുന്ന ഉണ്ണിയേശുവിൻ്റെ രൂപം. ഉണ്ണി പിറക്കാതെയുള്ള ഒരു പുൽക്കൂടിനും ക്രിസ്മസിനുമൊക്കെ പ്രസക്തിയില്ല എന്ന് ക്രിസ്ത്യൻ സമൂഹം വിശ്വസിക്കുന്നു. എന്നാൽ ക്രിസ്മസിന് ജാതിയോ മതഭേദങ്ങളോ ഇല്ല. ക്രിസ്മസ് ആഘോഷത്തിനുള്ളതാണ്, തിരിച്ചുവരവിനുള്ളതാണ്, വീണ്ടും പിറവിക്ക് വേണ്ടിയുള്ളതാണ്, കാത്തിരിപ്പിൻ്റേതുകൂടിയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.